ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ഇതിനു മുമ്പ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വൈദ്യുതിയും എമർജൻസി ലാമ്പും. വൈദ്യുതി ഇല്ലാതാവുമ്പോൾ വെളിച്ചം ലഭിക്കാൻ സാധാരണയായി എന്താണ് ചെയ്യുന്നത്? നമ്മളെന്താ ചെയ്യുക? മെഴുകുതിരി ഉപയോഗിക്കും, എമർജൻസി ലാമ്പ് ഉപയോഗിക്കും, ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കും. എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണ്? ബാറ്ററി, LED, കണക്റ്റിംഗ് വയർ, ഒരു സ്റ്റാൻഡ്. ഓക്കെ, എമർജൻസി ലാമ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എങ്ങനെ ലഭിക്കും? ബാറ്ററികളിൽ നിന്നാണ് വൈദ്യുതി ലഭിക്കുന്നത്. എമർജൻസി ലാമ്പ് വെളിച്ചം ലഭിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ബൾബ് എന്താണ്? LED ബൾബാണ്. എമർജൻസി ലാമ്പിൽ LED ബൾബ് ഉപയോഗിക്കുന്നതിൻ്റെ മേന്മകൾ എന്തെല്ലാമാണ്? കുറഞ്ഞ വൈദ്യുതി മതി, ഉയർന്ന പ്രകാശക്ഷമത, ദീർഘകാലം നിലനിൽക്കും, ഊർജം ലാഭിക്കാം. വൈദ്യുതിയുടെ സ്രോതസ്സുകൾ. വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെ പൊതുവായി എന്ത് വിളിക്കുന്നു? വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നു. വൈദ്യുത സ്രോതസ്സുകൾക്ക് ഉദാഹരണം എന്തെല്ലാമാണ്? വൈദ്യുത സെല്ലുകൾ, ജനറേറ്ററുകൾ, സോളാർ സെല്ലുകൾ എന്നിവയൊക്കെ വൈദ്യുത സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം എന്താണ്? രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം വൈദ്യുത സെല്ലുകളാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നിലധികം സെല്ലുകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്നതാണ് ബാറ്ററി. ഒരു സെൽ എന്ന് പറയുന്നത് ഒറ്റയായിരിക്കും. അപ്പോൾ ഒന്നിലധികം സെല്ലുകൾ കൂട്ടിച്ചേർന്നാണ് ബാറ്ററി. ഒരു സെൽ എന്ന് പറയുന്നത് ഒറ്റയാണ്. ഒരു ബാറ്ററി ഉണ്ടാക്കുന്നതിനുള്ള ശരിയായ രീതി എന്താണ്? സെല്ലുകൾ ശരിയായ ധ്രുവങ്ങളിൽ ഒരു സെല്ലിൻ്റെ പോസിറ്റീവും മറ്റേ സെല്ലിൻ്റെ നെഗറ്റീവ് ധ്രുവവുമായി ബന്ധിപ്പിക്കുക. റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലുകൾ ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങൾ ഏതാണ്? ക്ലോക്ക്, ടോർച്ച്. റീചാർജ് ചെയ്യാൻ കഴിയില്ല, സെല്ലുകൾ തീർന്ന് നമ്മളത് ഉപേക്ഷിക്കണം. റീചാർജ് ചെയ്യാൻ കഴിയുന്ന സെല്ലുകൾ ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? മൊബൈൽ ഫോൺ, അതിലും ബാറ്ററി ഉണ്ട്, അത് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ എമർജൻസി ലാമ്പ്. വൈദ്യുതിയെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയ പുരാതന ഗ്രീക്കുകാർ ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത്? ആംബർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വൈദ്യുത സർക്യൂട്ടുമായി ബന്ധപ്പെട്ടതാണ്. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണത്തിന് എന്ത് പറയുന്നു? അപ്പോൾ വൈദ്യുത സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ആവാം, ജനറേറ്റർ ആവാം, അതിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. ആ ഒരു ക്രമീകരണത്തിന് പറയുന്ന പേരാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു വൈദ്യുത സർക്യൂട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? വൈദ്യുത സ്രോതസ്സ് വേണം, ചാലക കമ്പി വേണം, വൈദ്യുതോപകരണമാണ്. എന്താണ് LED മോഡ്യൂൾ? ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ചിട്ടുള്ള സംവിധാനത്തെയാണ് LED മോഡ്യൂൾ എന്ന് പറയുന്നത്. ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിക്കുമ്പോൾ വെളിച്ചം ലഭിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ബൾബുകൾ എന്തെല്ലാമാണ്? ബൾബുകൾ എത്ര വിധമുണ്ട്? ഫിലമെൻറ്റ് ബൾബുണ്ട്, CFL ഉണ്ട്, ഫ്ലൂറോ LED ബൾബുണ്ട്. ഇവയൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. എമർജൻസി ലാമ്പിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ബൾബുകൾ ഏതാണ്? എന്തുകൊണ്ട്? LED ബൾബുകളാണ് എമർജൻസി ലാമ്പിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അവ കുറഞ്ഞ ഊർജ്ജം മാത്രം മതി. ഊർജ്ജം ഉപയോഗിക്കുന്നതിനാൽ ബാറ്ററി കൂടുതൽ സമയം നിലനിൽക്കും. LED ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന മേന്മകൾ എന്തെല്ലാം? LED ബൾബുകൾക്ക് സാധാരണ ബൾബുകളേക്കാൾ വളരെ കുറഞ്ഞ ഊർജ്ജം മതി, കൂടാതെ ഇവയ്ക്ക് കൂടുതൽ ആയുസ്സുണ്ട്. CFL ബൾബുകൾ ഇന്ന് സാധാരണയായി ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ത്? CFL ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. അതിനാൽ LED ബൾബുകളാണ് ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്താണ് LED മോഡ്യൂൾ? ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് LED മോഡ്യൂൾ. LED മോഡ്യൂൾ പ്രകാശിപ്പിക്കാൻ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമാണ്? ഇപ്പോൾ ഒരു LED മോഡ്യൂൾ പ്രവർത്തിപ്പിക്കാൻ നമുക്കൊരു കണക്റ്റിംഗ് വയർ വേണം, LED മോഡ്യൂൾ വേണം, NAND ബാറ്ററി വേണം, കണക്ടർ എന്നിവ ആവശ്യമാണ്. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? വൈദ്യുതി സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകാനുള്ള ക്രമീകരണമാണ് ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ചുരുങ്ങിയത് എന്തെല്ലാം ഉണ്ടായിരിക്കണം? ഒരു വൈദ്യുത സ്രോതസ്സ് വേണം, ഒരു ചാലക കമ്പി വേണം, ഒരു വൈദ്യുതോപകരണം വേണം. ഒരു സർക്യൂട്ടിലെ ബൾബ് പ്രകാശിക്കുന്ന അവസ്ഥ എന്താണ്?
ഒരു സർക്യൂട്ട് പൂർത്തിയാകുമ്പോൾ, അതായത് അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമാണ് ബൾബ് പ്രകാശിക്കുക. എന്താണ് അടഞ്ഞ സർക്യൂട്ട്? ഒരു സർക്യൂട്ട് പൂർത്തിയായാൽ അതിനെ അടഞ്ഞ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു. എന്താണ് തുറന്ന സർക്യൂട്ട്? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അതിനെ തുറന്ന സർക്യൂട്ട് എന്ന് വിളിക്കുന്നു. മുറിയിലെ ബൾബും ഫാനും പ്രവർത്തിപ്പിക്കുമ്പോൾ സർക്യൂട്ട് ഏത് അവസ്ഥയിലായിരിക്കണം? അടഞ്ഞ സർക്യൂട്ട്. അടഞ്ഞ സർക്യൂട്ടിലെ എല്ലാം പ്രവർത്തിക്കുള്ളൂ. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതും തുറന്നതുമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? സ്വിച്ച്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സർക്യൂട്ട് ഏത് അവസ്ഥയിലായിരിക്കും? അടഞ്ഞ അവസ്ഥയിലായിരിക്കും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ സർക്യൂട്ട് ഏത് അവസ്ഥയിലായിരിക്കും? തുറന്ന സർക്യൂട്ട്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരെന്താണ്? ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾക്ക് പറയുന്ന പേരെന്താണ്? ഇൻസുലേറ്ററുകൾ. സാധാരണ വൈദ്യുതി ഉപകരണങ്ങളിൽ നാം തൊടുന്ന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണ്? വൈദ്യുതി കടത്തിവിടാത്തതിനാൽ വൈദ്യുതാഘാതത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇത് സഹായിക്കുന്നു. പ്ലാസ്റ്റിക്, ഉണങ്ങിയ മരക്കഷ്ണം എന്നിവ ചാലകങ്ങളാണോ ഇൻസുലേറ്ററുകളാണോ? രണ്ടും ഇൻസുലേറ്ററുകളാണ്. ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം എന്നിവ ചാലകങ്ങളാണോ ഇൻസുലേറ്ററുകളാണോ? ഇവയെല്ലാം ചാലകങ്ങളാണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണോ? അതെ, എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ഇനി അടുത്തത്, നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത്? നനഞ്ഞ കൈകൾ നല്ല വൈദ്യുത ചാലകങ്ങളാണ്. അതിനാൽ വൈദ്യുതി കടന്നു പോകാൻ സാധ്യതയുണ്ട്. വെള്ളം ഒരു വൈദ്യുത ചാലകമാണോ? അതെ, സാധാരണ വെള്ളം ഒരു വൈദ്യുത ചാലകമാണ്. ഒരു പരീക്ഷണത്തിൽ പേപ്പർ ഉപയോഗിച്ചപ്പോൾ LED മോഡിൽ പ്രകാശിക്കാതെ ഇരുന്നു. അതിൻ്റെ കാരണം എന്താണ്? പേപ്പർ ഒരു ഇൻസുലേറ്റർ ആയതുകൊണ്ട് വൈദ്യുതി കടത്തിവിടില്ല. പെൻസിലിലെ ഗ്രാഫൈറ്റ് ഒരു ചാലകമാണോ? അതെ, ഗ്രാഫൈറ്റ് ഒരു ചാലകമാണ്. എന്താണ് ലോഹങ്ങൾ? അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലൂമിനിയം, സിങ്ക് തുടങ്ങിയവ ലോഹങ്ങളാണ്. മെർക്കുറി ഒഴികെ എല്ലാ ലോഹങ്ങളും സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ നാം സാധാരണ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? വൈദ്യുതി ലൈനുകളിൽ അലൂമിനിയം കമ്പിയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? ചെമ്പിന് അലൂമിനിയത്തേക്കാൾ വില കൂടുതലാണ്. കൂടാതെ ചെമ്പിന് അലൂമിനിയത്തേക്കാൾ ഭാരവും കൂടുതലാണ്. അതിനാൽ ചെമ്പ് ലൈനുകളിൽ ഉപയോഗിക്കുമ്പോൾ ചെലവും ഭാരവും കൂടും. ഒരു സാധാരണ സർക്യൂട്ട് നിർമ്മിക്കാൻ LEDക്ക് പുറമെ ഉപയോഗിക്കാവുന്ന മറ്റു ഉപകരണങ്ങൾ എന്തെല്ലാമാണ്? മിനി മോട്ടോർ, ബസർ, ഫിലമെൻറ്റ് ബൾബ് എന്നിവ ഉപയോഗിക്കാം. വയർ മുറിക്കാനും ഇൻസുലേഷൻ കളയാനും മറ്റുമായി ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? കട്ടിംഗ് പ്ലെയർ, സ്ട്രിപ്പർ, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ എന്നിവയാണ് ചില ഉപകരണങ്ങൾ. ഒരു സർക്യൂട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടയാളങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ചിഹ്നങ്ങൾ. എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന വസ്തുക്കൾ എന്തെല്ലാമാണ്? 9V ബാറ്ററി, LED മൊഡ്യൂൾ, വയർ, സ്വിച്ച്, ഒരു പ്ലാസ്റ്റിക് കുപ്പി, മണൽ, PVC പൈപ്പ്, എൻഡ് ക്യാപ്പ് തുടങ്ങിയവയാണ്. എമർജൻസി ലാമ്പ് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? വയറുകൾ പുറത്ത് കാണാത്ത വിധം സർക്യൂട്ട് ക്രമീകരിക്കണം. ബാറ്ററി മണൽ ഉറപ്പിച്ചു വയ്ക്കണം. എമർജൻസി ലാമ്പ് കുപ്പിയിൽ പിടിച്ച് മാത്രമേ എടുക്കാവൂ. എന്തുകൊണ്ടാണ് 9V ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടിൽ സ്പർശിച്ചാൽ ഷോക്ക് ഏൽക്കാത്തത്? 9V ബാറ്ററിക്ക് കുറഞ്ഞ വോൾട്ടേജ് മാത്രമുള്ളതിനാൽ അത് മനുഷ്യ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കാൻ പര്യാപ്തമല്ല. വീട്ടിലെ വൈദ്യുതി, അതായത് 230 വാട്ട് സ്പർശിച്ചാൽ ഷോക്ക് ഏൽക്കുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിലെ വൈദ്യുതിക്ക് ഉയർന്ന വോൾട്ടേജ് ഉള്ളതുകൊണ്ട് അത് മനുഷ്യ ശരീരത്തിലെ വൈദ്യുതിയുടെ ശക്തമായ പ്രവാഹത്തിന് കാരണമാകും. എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരം വൈദ്യുതിയുടെ ചാലകമായി പ്രവർത്തിക്കുന്നത്? മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിൽ വലിയ അളവിൽ ജലാംശം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് വൈദ്യുതിയെ കടത്തിവിടുന്നത്. വൈദ്യുതാഘാതം, ഇലക്ട്രിക് ഷോക്ക് മൂലമുണ്ടാകുന്ന പ്രധാന അപകടങ്ങൾ എന്തൊക്കെയാണ്? ഗുരുതരമായ പൊള്ളലുകൾ, ഹൃദയാഘാതം, മരണം എന്നിവ സംഭവിക്കാം.
ഷോക്ക് ഏറ്റ ഒരാളെ രക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഉടനെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യുക. വൈദ്യുത ബന്ധം വിച്ഛേദിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഉണങ്ങിയ മരക്കമ്പ് പോലുള്ള ചാലകമല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്ക് ഏറ്റ വ്യക്തിയെ തള്ളിമാറ്റണം. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നത് അപകടമാകുന്നത് എന്തുകൊണ്ട്? ജലം ഒരു നല്ല വൈദ്യുത ചാലകമായതിനാൽ നനഞ്ഞ കൈയിലൂടെ വൈദ്യുതി ശരീരത്തിലേക്ക് പ്രവഹിച്ച് ഷോക്കേൽക്കാൻ സാധ്യതയുണ്ട്. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നത് അപകടമാണ്. എന്തുകൊണ്ട്? ഇൻസുലേഷൻ ഇല്ലാത്ത ഭാഗം ശരീരവുമായി സമ്പർക്കത്തിൽ വന്നാൽ വൈദ്യുതി പ്രവഹിച്ച് ഷോക്കേൽക്കാം. വൈദ്യുത ഉപകരണങ്ങൾ നന്നാക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഉപകരണങ്ങൾ നന്നാക്കുക. സ്വിച്ച് ഓഫ് ചെയ്യാതെ പ്ലഗ് പിൻ ഊരുന്നത് അപകടമാകുന്നത് എങ്ങനെ? പ്ലഗ് ഊരുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്ക് അപകടങ്ങൾക്ക് കാരണമാകാം. എമർജൻസി ലാമ്പിലെ ബാറ്ററിയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? രാസോർജ്ജം വൈദ്യുതോർജ്ജമായും പിന്നീട് പ്രകാശോർജ്ജമായും മാറുന്നു. തുറന്ന സർക്യൂട്ടും അടഞ്ഞ സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തുറന്ന സർക്യൂട്ട് വൈദ്യുതി പ്രവഹിക്കാത്ത സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ട് വൈദ്യുതി പ്രവഹിക്കുന്ന സർക്യൂട്ടാണ്. ഒരു ബൾബ് പ്രകാശിക്കുന്നത് അടഞ്ഞ സർക്യൂട്ടിലാണോ തുറന്ന സർക്യൂട്ടിലാണോ? അടഞ്ഞ സർക്യൂട്ടിലാണ്. ജനറേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിന്. ജലവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പം ജനറേറ്റർ ഉപയോഗിക്കുന്നത് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനാണ്. അടുത്ത ചോദ്യം, ജലവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? അണകെട്ടി ഉയരത്തിൽ നിർത്തിയ ജലത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നു. കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ജലവൈദ്യുത നിലയം ഏതാണ്? ഇടുക്കി. ഡീസൽ ജനറേറ്ററുകളെ അപേക്ഷിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ പ്രധാന മേന്മകൾ എന്തെല്ലാം? ഡീസലിൻ്റെ വില, മലിനീകരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജലവൈദ്യുത നിലയങ്ങൾ കൂടുതൽ ലാഭകരവും പരിസ്ഥിതി സൗഹൃദവുമാണ്. സൗരോർജ്ജം വൈദ്യുത ഉൽപ്പാദനത്തിന് എങ്ങനെ ഉപയോഗിക്കുന്നു? സോളാർ സെല്ലുകൾ ഉപയോഗിച്ച് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി എങ്ങനെ ലഭിക്കുന്നു? സോളാർ പാനലുകൾ ഉപയോഗിച്ച്. കേരളത്തിൽ വേനൽക്കാലത്ത് വൈദ്യുതക്ഷാമം ഉണ്ടാക്കാൻ പ്രധാന കാരണം എന്ത്? ജലവൈദ്യുത നിലയങ്ങളിലെ ജലനിരപ്പ് കുറയുന്നതിനാൽ വൈദ്യുതി ഉൽപ്പാദനം കുറയുന്നു. മിന്നൽ എന്താണ്? മേഘങ്ങളിലെ വളരെ ഉയർന്ന അളവിലുള്ള വൈദ്യുത ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് മിന്നൽ. മിന്നൽ ഒരു തരം വൈദ്യുത പ്രവാഹമാണോ? അതെ, മിന്നൽ അതിശക്തമായ ഒരു വൈദ്യുത പ്രവാഹമാണ്. മിന്നലേറ്റ അപകടങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? മിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാൽ അത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു. വൈദ്യുതി പാഴാക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നത് കാരണമാകുന്നത്? വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഇത് കൂടുതൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് നയിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ വൈദ്യുതി പാഴാക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം? ആവശ്യമില്ലാത്തപ്പോൾ ഫാൻ, ലൈറ്റ് എന്നിവ ഓഫാക്കുക. വൈദ്യുതി പാഴാക്കുന്നതിന് കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗം പറയുക. ഊർജ്ജക്ഷമത കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. സോളാർ പാനലുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാണ് സൗരോർജ്ജം. തുറന്ന സർക്യൂട്ടിൽ വൈദ്യുതി പ്രവഹിക്കാത്തതിൻ്റെ കാരണം എന്ത്? സർക്യൂട്ടിൽ വിടവുകൾ ഉള്ളതുകൊണ്ട് വൈദ്യുതിയുടെ പ്രവാഹം പൂർത്തിയാകുന്നില്ല. വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്തെല്ലാമാണ്? നനഞ്ഞ കൈകൊണ്ട് സ്വിച്ചുകൾ കൈകാര്യം ചെയ്യാതിരിക്കുക. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡീസൽ ജനറേറ്ററുകൾക്ക് കൂടുതൽ പ്രചാരമില്ലാത്തത് എന്തുകൊണ്ട്? ഉയർന്ന ഇന്ധന ചെലവ്, മലിനീകരണം എന്നിവ കാരണം